ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട് അവർക്ക് ഉപകാരപ്രദമായെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനി നമുക്ക് എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ചുരിദാറിനുള്ള തുണി 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിടുന്നതൊക്കെ വിശദമായിട്ട് വേറെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇവിടെ ഞാൻ തുണി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള തുണി 4 ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് അളവുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. എത്രയാണോ നമുക്ക് വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ച്, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ച്, അങ്ങനെയാണ് നമ്മൾ ലെങ്തിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 40.5 ഇഞ്ചിലുള്ള തുണിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് വേണം, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ 1 ഇഞ്ച് വേണം. അതാണ് 1.5 ഇഞ്ച് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഇവിടെ ഞാൻ ഷോൾഡർ ഈ മടക്ക് വശത്തു നിന്നും ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എത്രയാണോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ വീതിയാണ് കറക്റ്റ് ഇവിടെയും കിട്ടുന്നതിനായിട്ട് ടേപ്പ് വെച്ച് നമ്മൾ ഇവിടെ ഒന്ന് 6 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഈ പോയിൻറ്റും കൂടെ ചേർത്തൊരു ലൈൻ വരച്ചെടുക്കുകയാണ്. പിന്നീട് ഇതിങ്ങനെ ഒന്ന് നീട്ടി വരയ്ക്കണം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇനി സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ സ്ലിറ്റ് ലെങ്ത് ബോഡിയിൽ നിന്ന് എടുത്തത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് സ്ലിറ്റ് ലെങ്താണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടെ ചേർത്ത് വേണം നമ്മൾ സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ സ്ലിറ്റ് ലെങ്ത് 20.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ ഹിപ്പ് റൗണ്ട് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1 ഇഞ്ച് മതി തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയൊക്കെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നാൽ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുക്കത്തുള്ളൂ. കാരണം സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മിഡ് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ചെസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് വേണം. അതിൻ്റെ 4/1 കണ്ടിട്ട് 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആദ്യം വരച്ച പോയിൻറ്റുകൾ തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് ഇങ്ങനെ വരയ്ക്കണം. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഇട്ടേക്കുന്ന തയ്യൽ തുമ്പിനായിട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത്, എന്നാൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. നമ്മളിവിടെയെല്ലാം 1/2 ഇഞ്ച് ലൂസും കൂടെ എത്രയാണോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തത് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം. എത്രയാണോ ആം ഹോളിൻ്റെ ലെങ്ത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട്
ഇവിടെ നിന്നും ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റും കൂടെ ഇങ്ങനെ കർവ് രീതി വരച്ച് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ലൂസും കൂടെ മാർക്ക് ചെയ്ത ആദ്യത്തെ പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് നമുക്കിങ്ങനെ കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ച് കൊടുക്കാനായിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിച്ചതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് 1/2 ഇഞ്ച് കുഴിച്ച് പിന്നീട് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ലൂസ് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് ചേർക്കണം. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്താണ് കൊടുക്കേണ്ടത്. ബോട്ടം വിഡ്ത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ എത്രയാണോ കൊടുത്തത് അത് സെയിം അതേ അളവ് തന്നെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെയിം അതേ അളവ് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. 1 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയും എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ ഈ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ സ്കെയിൽ വെച്ച് ഈ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചെടുക്കണം. പിന്നീട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ ഒരു ലൈൻ വരച്ചെടുക്കണം. അങ്ങനെ നമ്മളിവിടെ അളവുകളെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ബാക്ക് പാർട്ട് മാറ്റി വെച്ച് ഫ്രണ്ട് ആം ഹോൾ ഈ കുഴിച്ച് വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുണി ഇവിടെ ഞാൻ ആദ്യം 2ആയിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് അതിനെ ഒന്നുകൂടെ മടക്കിയിട്ടെടുക്കുകയാണ്. ഇപ്പം 4ആയിട്ടാണ് തുണി മടക്കിയിട്ടേക്കുന്നത്. നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട്. ആം ഹോളിൻ്റെ ഭാഗമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ചും അങ്ങനെയാണ് 1.5 ഇഞ്ച് നമ്മൾ ചേർക്കുന്നത്. ഇവിടെ എനിക്ക് വേണ്ടുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 16.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 16.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നമുക്കൊരു 9 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്നും 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി ഇടത്തേക്ക് നീക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും ഈ ഫുൾ ലെങ്തിൻ്റെ അവിടേക്കൊരു ചരിച്ചൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് അത് ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക. 8.5 ഇഞ്ച് അതിൻ്റെ പകുതി 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് വെളിയിലേക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ചു. പിന്നീട് ഈ പകുതി മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും വന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബോട്ടം റൗണ്ട് ഇവിടെ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഈ പോയിൻ്റ് കൂടെ ചേർത്ത് ഇങ്ങനെ വരച്ച് ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം.
സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മളിങ്ങനെ നിവർത്തിയിട്ട് ഒന്നുകിൽ നല്ല വശം ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ ചീത്ത വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ചൊന്ന് ഇങ്ങനെ കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടെയാണ് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് ഈ സൈഡിലായിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് വേറൊരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇവിടെ ഞാൻ 2ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. നെക്ക് വരച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വേറൊരു പീസ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ 2ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഈ പീസിനെ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് 13 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. നെക്ക് ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ നെക്ക് ഒരു സ്ക്വയർ നെക്ക് ആദ്യം വരച്ചു, പിന്നീട് അവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ നെക്കിൻ്റെ ചുറ്റിനും 3 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ താഴെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെയും 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു റൗണ്ട് നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ നെക്കിൻ്റെ മാർക്കിങ് നമുക്ക് അപ്പുറവശത്തേക്ക് കൊണ്ട് കിട്ടുന്നതിനായിട്ട് ഇവിടെ ഒന്ന് കട്ടിക്ക് തെളിച്ച് വരച്ചതിന് ശേഷം ഈ പീസിന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പാട് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ തെളിച്ചിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവും പിന്നീട് ബോഡി പാർട്ടും നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ചൊക്കെ എടുത്ത പീസാണിത്. ഇതിൻ്റെ നല്ല വശം ഇതാണ്. നമ്മൾ ചീത്ത വശത്താണിത് വരച്ചേക്കുന്ന നെക്കിൻ്റെ അളവുകളെല്ലാം. ഇനി ഇതിൻ്റെ സൈഡൊന്ന് 1/4 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചുറ്റിനും മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഞാനിവിടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശമാണ് ഇപ്പം മുകളിലായിട്ട് കിടക്കുന്നത്. നല്ല വശം താഴെയായിട്ടാണ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ചീത്ത വശത്തേക്ക് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള പീസ് ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ. ഇതിൻ്റെ നല്ല വശം അടിയിലായിട്ടാണ് വരുന്നത്. ഈ പീസിൻ്റെ ചീത്ത വശം മുകളിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ചീത്ത വശമാണ് ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം.
ഇവിടെ 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ചുറ്റിനും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പീസിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടെടുക്കണം. ഈ പീസിനെ നമ്മൾ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ടെടുക്കുകയാണ്. നമുക്ക് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. തിരിച്ചിട്ടതിന് ശേഷം നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. പിന്നീട് ഈ തുണി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യണം. പിന്നീട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്യണം, സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ബാക്കിയുള്ള സ്റ്റിച്ചിങ് എല്ലാം ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. ഇതിൽ പ്രധാനമായിട്ടും ചുരിദാറിൻ്റെ കട്ടിങ്ങും പിന്നെ ഈ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, നമുക്ക് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ എങ്ങനെ വേറൊരു പീസ് മാച്ച് ചെയ്യുന്ന പീസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.